Hi all, welcome back to my channel Unique Kids. ഇന്ന് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഫ്രൈങ് പാനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഈസി ആയിട്ടുള്ള പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും ഒരു 6 ടേബിൾ സ്പൂണിൻ്റെ കണക്ക് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കുറവാണ്, പക്ഷെ നമുക്ക് പെട്ടെന്നായി കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലൊരു ഫ്രൈങ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈങ് പാൻ നമുക്ക് ആദ്യം നല്ലപോലെ ഗ്രീസ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുക്കുകയാണ്. അത് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് എക്സസായി വരുന്നത് അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം അതിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതേപോലൊരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. വേറെ മെഷറിംഗ് കപ്സ് ഒന്നും എടുത്തിട്ടില്ല. അതിലോട്ട് ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരു മിനിറ്റ് നല്ലപോലെ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതൊരു വേറെ ബൗളിലോട്ട് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ മൈദയും അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ സീവ് ചെയ്തിട്ട് ആ ഒരു ബാറ്ററിലോട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതൊക്കെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ ആ ഒരു എഗ്ഗിൻ്റെ ബാറ്ററിലോട്ട് നല്ലപോലെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ആയിട്ട് കിട്ടണം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു തിക്ക് ബാറ്ററാണ്. ഇതിലോട്ട് നമുക്കിനി ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും 6 ടേബിൾ സ്പൂൺ അളവിൽ പാലും 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ സെയിം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് നിർത്തുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൈങ് പാനിലോട്ട് ഈ ഒരു ബാറ്റർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന ഫ്രൈങ് പാനിൻ്റെ ആ ഒരു അടപ്പിൻ്റെ ലിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചോ കവർ ചെയ്തതിന് ശേഷം മാത്രം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ബേക്ക് ചെയ്യുന്ന സമയത്ത് അതേപോലെ ഒരു തട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിയിൽ പിടിച്ചിട്ട് പോവും. അത് കാരണമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഞാൻ താഴെ ഭാഗത്തുള്ള ബട്ടർ പേപ്പർ മാറ്റിയിട്ട് തിരിച്ച് വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല. അതിന് മുകളിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചോക്ലേറ്റും അതിലോട്ട് കാൽ കപ്പ് അളവിൽ ക്രീമും 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് അതിൻ്റെ മുകളിലോട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഗനാഷ് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ കുറച്ച് റൈസ് പോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് വെറും 15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കേക്കാണത്. നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.